എവിടെയായിരുന്നു? മീറ്റർ അടിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നു. ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു കീർത്തി കൃഷ്ണ വ്ളോഗ്സ്. അപ്പം ഞാൻ ഹർഷയായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്, അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രേക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹർഷയുടെ വീട്, കന്യാദാനത്തിൽ ഹർഷയുടെ വീട് ഒരു ഹോം ടൂറായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ചെടികളൊക്കെ ഉള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിടിലൻ വീടാണ് കേട്ടോ. ഞങ്ങളുടെ കന്യാദാന ടീമിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലൊക്കേഷനാണ് ഈ ഹർഷ വീട്. ബിക്കോസ് നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വീടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ മുറ്റമൊക്കെ നിങ്ങൾ എൻ്റെ റീൽസിലൂടെ ഒരുപാട് തവണ കണ്ടുമടുത്ത സ്ഥലമായിരിക്കും. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് അകത്തോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കം ഓൺ, ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം കാണാൻ സാധിക്കും. അപ്പം ഈ മുറിയിലാണ് രവികുമാറിൻ്റെയും ഹർഷയുടെയും ബെഡ്റൂം സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഈ മുറിയിലാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രവികുമാറിൻ്റെ ഹർഷയുടെ മുറി ഇതാണ്. അപ്പം ഇവിടെ ഞങ്ങൾ മെയിൻ ഷൂട്ടിന് വേണ്ടി മാത്രം കേട്ടോ ഈ മുറി യൂസ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് നേരെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ചെറിയൊരു മുറിയുണ്ട്, അതങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാളും ടി വി ഹാളും. ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മെയിൻ ഏരിയ. ഈ സ്പേസിലിരുന്നാണ് ഞങ്ങളെല്ലാവരും ഒരുപാട് കഥകൾ. ഇത് കോസ്റ്റ്യൂമിന് പോയ ഹായ് പറഞ്ഞതാട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്പേസ്. അപ്പം ഈ ബെഡ്റൂമിലാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാറുള്ളത്, ഹെയർ ഡ്രസ്സ് ചെയ്യാറുള്ളത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഥകൾ പറയുന്നത് ഈ ബെഡ്റൂമിലിരുന്നാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഡ്രസ്സിങ്ങിനാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഈ ബെഡ്റൂം. അപ്പം ഞങ്ങൾ ഫ്രീ അവേഴ്സ് കിട്ടുമ്പം ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്യാറുണ്ട്. അപ്പം ഇവിടുന്ന് നേരെ ഈ ഹാളിൽ നിന്നും നേരെ ഇങ്ങോട്ട് പോകുമ്പം കാണുന്നതാണ് അടുക്കള. അപ്പം ഇവിടുത്തെ കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിച്ചൺ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വളരെ വളരെ കംഫർട്ടാണ്. ഈ കാണുന്നത് സ്റ്റോർ റൂം ഏരിയ ആണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞങ്ങളവിടെ ഞങ്ങളുടെ കോസ്റ്റ്യൂംസൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചെടികളൊക്കെ ഉള്ള ഒരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് നാല് ചുറ്റും നല്ല തണലാണ്, ചൂടൊട്ടും അറിയത്തില്ല കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലും ഒരു ബാത്റൂമുണ്ട്.
ഇത് മെയിനായിട്ട് മെയിൽ ആർട്ടിസ്റ്റുകൾ അവരുടെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ്. പിന്നെ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു മുറിയാണ്. അപ്പം ഇതാണ് താഴത്തെ നിലയിലെ കൺസ്ട്രക്ഷൻസ്. മൊത്തം 4 ബെഡ്റൂംസ് ഉണ്ട് താഴെ. മുകളിലത്തെ നിലയിൽ പോകാം. അപ്പം ഈ സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ മുകളിലത്തെ നിലയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, ബെഡ്റൂംസോ ഒന്നുമില്ല, ഓപ്പൺ ടെറസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ഞങ്ങൾ ഈ ടെറസിലോട്ടൊന്നും വരാറില്ല. ഈ വീട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം തിരുമുല്ലാവാരമാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. അപ്പം ഇന്നത്തെ ഹോം വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഇതുപോലത്തെ ഒരു നല്ലൊരു വ്ലോഗിലൂടെ കാണാം. അതുവരെ ബൈ.